ഇല്ല. ഇങ്ങോട്ട് വാടി. എടി എനിക്ക് പേടിയാടി, ഞാൻ ആദ്യമായിട്ടാണ് ഈ കോടതിയൊക്കെ കാണുന്നത്. ആ ഞാൻ പിന്നെ ഇവിടുത്തെ ജഡ്ജാണല്ലോ. എടി ആ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ ചീത്തി വിളിച്ചോണ്ടിരുന്ന എന്നെ ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയവളല്ലടി നീ. അത് അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് പറഞ്ഞതാ. നിന്നോട് ആര് ചാടിത്തുള്ളി എന്റെ കൂടെ വരാൻ പറഞ്ഞു? അടി കുറ്റം എന്റെ കുറ്റോ. എടി ഡിവോഴ്സ് ഞാൻ ആരോട്ട് ജീവിക്കുന്ന ആരെന്നെ നോക്കുന്ന. എടി ഡിവേഴ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളെ ഇപ്പൊ ചെക്കന്മാര് മൊത്തം നോക്കുന്നേ. ആണോ? ഡിവോഴ്സ് ഒന്ന് കയ്യേട്ടടി, ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്നത് നിനക്കൊന്ന് കാണിച്ചു തരാം. അതെന്തായാലും നടക്കും. എന്തായാലും നിന്റെ ഒരു കാലം കെട്ടിയവൻ തല്ലി ഒടിക്കല്ലോ. സോമേട്ടൻ എങ്ങാനും അറിഞ്ഞ? എവിടുന്ന്? ഇവിടെ ഭാഷാ സോമന്റെ ഷിബിനാറാണി ഇങ്ങോട്ട് വന്നേ. വിശക്കുന്നാടി. എന്താ ഏട്ടാ? സ്വന്തമായിട്ട് ചുണ്ട് കടിച്ചു തിന്നുന്നു. വിഷമം കടിച്ചമർത്തിയതാ. നിന്റെ കടിച്ചപ്പുറത്തിരുന്ന് അടിച്ചപ്പുറത്തിലാകും. എന്താ ഇത്? അയ്യോ കോടതി അല്ല പഴംപൊരി. എന്തിനിവിടെ വന്ന്? എന്തിന് വന്ന്? ഞങ്ങളുണ്ടല്ലോ ഏട്ടാ, ദേ അങ്ങോട്ടൊക്കെ അവിടെ കണ്ട. ഞങ്ങൾ അവിടെ തൊഴിലുറപ്പിന് തുറന്നോണ്ടിരിക്കായിരുന്നേ. തുറന്നു ഇവിടെ എത്തിയതാ. ആന്നോ? തൊരപ്പന്റെ കുഞ്ഞാണോ നീ? എനിക്കറിയാം നീ എവിടെ തുറന്നാ എവിടെ പൊങ്ങുവന്ന്. നീ ആദ്യം മാറ്. നിന്റെ ബാക്കിലെ കിങ്ങിണി ഒന്ന് കാണട്ടെ. എന്താണ്? നിന്റെ ബാക്കിൽ നിൽക്കുന്ന കിങ്ങിണി ഒന്ന് കാണട്ടെ. ഹലോ. അയ്യോ സോമനോ ഇത്ര പെട്ടെന്ന് വന്നോ? സോമൻ ഇത്ര പെട്ടെന്ന് വന്ന് നിങ്ങൾക്ക് സങ്കടമായോടെ? സോമൻ പെതിയ വർത്താ പോയിട്ട് നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കിടുക്കാമണി കിറുമാണി ഈ നശിച്ചവളുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന്. ഒരു ADS-ന്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞത് നശിച്ചവളെന്ന്. എടീ ചുറ്റുമായിട്ട് ആരാണോ ഞാൻ കാരണം നശിച്ചിട്ട് പറ. നീ കാരണം ഇനി ഇവിടെ ആരാണ് നശിക്കാനുള്ളത്? നിന്നെ പേടിച്ച് വയലിലൊരു കോലം പോലും വെക്കൂല. അതിന്റെ അടുത്ത് പോയി മിണ്ടിട്ട് അതിന്റെ അടുത്ത് വാട്സപ്പ് നമ്പർ ചോദിക്കും. കണ്ടോ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല ഉമ്മാന്ന്. അയ്യോ വേണതിനും പറയല്ലേ. എന്റെ ഭർത്താവ് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. അവ എങ്ങനെ അറിയാം? അവൻ അങ്ങ് ചിറാപ്പൂഞ്ചിയിലല്ലേ. എന്നാൽ എന്താ ഞാൻ ഇവിടെ പവിത്രമായിട്ട് ജീവിക്കുന്നേ. അതിന്റെ കെട്ടിയോ അറിയോ? എന്ത്? നീ ഇവിടെ ഏതോ പവിത്രനായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ ഈ വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ ഇവിടെ അയച്ചിടുന്നു. റേറ്റിംഗ് കൂടുമെങ്കിൽ അതല്ല പറഞ്ഞത്. നിങ്ങളുടെ പകൽമാന്യന്റെ മുഖം മൂടി അയച്ചിടുന്നു. എടി എന്തടി? അത് നിന്നോട് പറയാൻ പറ്റത്തില്ല. കാര്യം പറയാ. അത് കോടതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കിങ്ങിണിയോട് ഈ കാര്യം പറയില്ല. കാര്യം പറയണ്ട. ആളാരാന്ന് പറ. അങ്ങനെ ആളൊന്നുമില്ല. ഇങ്ങനെ ഒറ്റയ്ക്കാ. സോമൻ ഒറ്റയ്ക്കോ? ഇതെങ്ങനെ? ഇത് ഐറ്റം വേറെ രഹസ്യമായിട്ട് നീ ഇതെങ്ങോട്ടേക്ക് ഏർപ്പെടണം? അതല്ല പറയരുത്. ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. പറയട്ടെ. ഞാൻ രാത്രി കിടന്ന് പെടുക്കുന്നു. പിടിവിട്ടു പോയി. അതുകൊണ്ടാണല്ലോ പെടുക്കുന്നത്. നിന്റെ സംസാരം പിടിവിട്ടു പോയി. കിങ്ങിണി മാറ്. അതെങ്ങനെയാണെന്ന് അറിയാമോ? അതെല്ലാവർക്കും അറിയാലോ. അതല്ല, ഞാൻ രാത്രിയാകുമ്പോ ഭയങ്കരമായിട്ട് സ്വപ്നം കാണും. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് വെള്ളം നനയ്ക്കണതാ. ഭാഗ്യം ചെടിക്ക് ചാണകം കിടന്ന് കാണാഞ്ഞത്. ഇങ്ങനെ അങ്ങനെ പറയത്. എന്നെ ഒന്നാമത്തെ ഓട്ടോ സ്റ്റാൻഡിൽ അറിയുന്ന എന്താ അറിയാം? പഠിപ്പിസ്റ്റ്. അതല്ല പെടിപ്പിസ്റ്റ്. എന്തോ അടി പറഞ്ഞത്? ഞാനൊരു കാര്യം പറയും. എനിക്ക് നിങ്ങളുടെ ബെഡ്ഷീറ്റ് കഴുകി തീർക്കാൻ പറ്റില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. ഒരു സ്നഗ്ഗി വെച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. സ്നഗ്ഗി നിങ്ങളുടെ പോക്കറ്റിൽ നമ്മൾ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. സംഭവം ഇത് അങ്ങനെ പോണടേ. എവക്കേതോ ലൈൻ വീണിട്ടുണ്ട്. ലൈൻ അല്ല പോസ്റ്റ്. നിനക്ക് ലൈൻ വീണിട്ടുണ്ട്. കാരണം എവിടെ ഭയങ്കര ചാറ്റിങ്ങാ. ഏടി എനിക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നും ഇല്ലടി. അതൊക്കെ വിവരമില്ലല്ലോ. ഗൂഗിൾ പേ എന്തിനാ ഉപയോഗിക്കുന്നത്? പൈസ അയക്കാൻ. ഇവിടെ ഗൂഗിൾ പേ എടുത്ത് നോക്കണം. ചെറുകഥ കണക്കാണ് ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ചേക്കണത്. ഞാനൊരു കാര്യം പറയും. എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. എടി എവിടെന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ ടെറസിന്റെ മണ്ടേ കയറി ചുമന്ന പാവാട ഇട്ട് കറക്കും. അതെന്തിന്? ഏടിയാ തുണി കണക്കണതാടി. ചുമ്മാതാ ഏതോ പൈലറ്റിനെ കണ്ട് അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കറക്കുക. കാരണം അവൻ വിമാനവും കൊണ്ട് താഴെ വരണം, എവിടെയും കൊണ്ട് പോകണം. അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിന്റെ കുഴപ്പം കൊണ്ടാണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ